ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് വേറൊന്നുമല്ല, അഞ്ജലിനെ അങ്ങനെ പടിയിറക്കി വിടുകയാണ് ശ്യാമള. അഞ്ജലിയുടെ ലഗേജും കാര്യങ്ങളെല്ലാം തന്നെ മുറ്റത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലാൽ നീ പടി കടന്ന് പോവരുത് എന്ന് പറയാണ്. ഇത് കണ്ടുകൊണ്ട് ആര്യ പറയണ്ട്, അമ്മായി അമ്മായി എന്തൊക്കെയാ പറയണത്, നോക്ക് നല്ല മഴ വരാനായി, നല്ല ഇടിവെട്ടും മിന്നലും എല്ലാം ഉണ്ട്. ഈ സമയത്ത് ഇവൾ എവിടേക്ക് പോവാനാ? എന്ത് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറുന്ന സമാധാനത്തോടെ സംസാരിക്കാം. വേണ്ട, ഞാൻ നേരത്തെ ഒരു മുഴം കയറിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നീയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഇനി അഞ്ജലി പടിക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ശ്യാമള അകത്തേക്ക് കയറാണ്. ആര്യം ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇന്ദിരയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു നിന്നെ കുറിച്ചുള്ള വിശ്വാസം, ശിവരാമേട്ടനും ശ്യാമളക്കും. അതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് നീ തീർത്ത് കളഞ്ഞല്ലോടി. നിന്നെ സമ്മതിച്ചിരിക്കുന്നു, ഭയങ്കര ബുദ്ധിശാലി തന്നെ നീ. ഇങ്ങനെ എത്ര നാള് പോകാന്ന് നീ വിചാരിച്ചു? അല്ല, വിവാഹം കഴിഞ്ഞ കാര്യം ആരോടും പറയാതെ ഇങ്ങനെ എത്ര നാള് കൊണ്ടുപോകാന്ന് നീ വിചാരിച്ചു? എന്തായാലും ഒരാഴ്ച, അതിനപ്പുറം വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറയാടി, ഇന്ന് നീ പുറത്തു പോയില്ലേ, അത് അവനായിട്ട് ചുറ്റിക്കറങ്ങാനല്ലേ? ഓ, ഹണിമൂൺ ട്രിപ്പ് അല്ലേ? നിങ്ങളുടെ ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഞ്ജലി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ആര്യ പറയണ്ട, അമ്മക്ക് നാണൂല്ലേ, മടിയില്ലേ, കുറച്ച് ഉളുപ്പില്ലേ? ഇല്ലടി, എനിക്ക് ഒട്ടും ഉളുപ്പില്ല. ഇവളെ കുറിച്ച് അമ്മാതിരിയാണല്ലോ ശിവരാമേട്ടനും ശ്യാമളയും ഏതു നേരെയും പറയണത്. അഞ്ജലി മോൾ അങ്ങനെയാണ്, അഞ്ജലി മോൾ ഇങ്ങനെയാണ്, ആരെയും ചതിക്കാൻ അറിയില്ല, ആരെയും വഞ്ചിക്കാൻ അറിയില്ല. ഇവളെ തലയിലെടുത്തിട്ടല്ലേ ശിവരാമേട്ടൻ വെച്ച് നടന്നത്. എന്നിട്ടിപ്പൊ എന്തായി? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവളും അനുപമനെ പോലെയാണ്, ഒട്ടും മോശക്കാരിയല്ലെന്ന്. ദേ പെണ്ണെ, ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞേക്കാം. എന്നിട്ട് ആരെടുത്ത് പറയേണ്ടത്, ഇവളുമാരെ കണ്ട് പഠിക്കാൻ നിൽക്കരുത്, മനസ്സിലായല്ലോ? രണ്ടുപേരും വഴിതെറ്റിപ്പോയവരാ. എന്തായാലും അനുപമനെ പോലെ വല്ല ചിക്കളുള്ള വീട്ടിലെ പയ്യനാണാടി നിന്റെ കൂടെ നടക്കുന്ന പയ്യൻ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം പുഷ്പിച്ചു എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിലേ അവനെന്തോ കൃഷിപ്പണിയൊക്കെയാണെന്നല്ല നീ പറയണത്. അപ്പൊ ഇനി മുതൽ കൃഷിക്ക് അങ്ങോട്ട് ഇറങ്ങാം എന്നൊക്കെ ഒരു പൂച്ചത്തോട് അങ്ങോട്ട് പറഞ്ഞിട്ട് അകത്ത് കയറി പോവാണ് ഇന്ദിരാട്ടോ. ആ സമയത്ത് ശ്യാമള ആര്യെ നീ അകത്ത് കയറുന്നുണ്ടോ, എനിക്ക് വാതിലടയ്ക്കണം എന്ന് പറയാണ്. അങ്ങനെ ആര്യം അകത്തേക്ക് കയറുകയാണ്. അഞ്ജലി ആ നിന്ന നിപ്പ് അവിടെ തന്നെ അങ്ങ് നിൽക്കുവാട്ടോ. ആര്യക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈശ്വര, ജനലരികെ കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആര്യ, അഞ്ജലി അവിടെ തന്നെ ഉണ്ടോ, അതോ അഞ്ജലി എവിടെയെങ്കിലും പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ജനലരികിൽ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അഞ്ജലി മുറ്റത്ത് തന്നെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴേക്കും നല്ല പെരും മഴയായി കേട്ടോ. അഞ്ജലി ആ മഴ നനഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാണ്. ആര്യക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് തീരുമാനിക്കുന്നത് ആര്യ രാജീവിന് ഒരു മെസ്സേജ് അയക്കാന്നാണ്. അങ്ങനെ നമ്മുടെ അർജുന മെസ്സേജ് അയക്കുകയാണ്, എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ അർജുൻ വേഗം തന്നെ അവിടെ നിന്നൊക്കെ പുറപ്പെടാൻ പോണ സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് അനുപമ നമ്മുടെ ശംഖുചക്രത്തിൽ നിൽക്കുക കേട്ടോ. കാരണം ഇന്ദിര അനുപമനെ വിളിച്ചു പറഞ്ഞിരുന്നു ഇവിടെ വലിയ പ്രശ്നമൊക്കെ ആയി, മറ്റേ അഞ്ജലിനെ പുറത്തേക്ക് ഇറക്കി വിട്ടു, അവളിപ്പോൾ മഴ നനഞ്ഞു പുറത്ത് നിൽക്കുന്നുണ്ട്, അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് നീ പറഞ്ഞില്ലേ, അത് സത്യം തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിച്ച് വെച്ചപ്പോൾ തന്നെ അനുപമ മനസ്സിൽ വിചാരിക്കണ്ടായിരുന്നു, എന്തായാലും അവളിപ്പോൾ പുറത്താണല്ലോ, അപ്പൊ അവളുടെ ഭർത്താവായിട്ടുള്ള അർജുൻ ഉടനെ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുമായിരിക്കും. പോട്ടെ, കണ്ടറിയാം, ലൈവായിട്ട് എല്ലാം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തിരിയുന്ന സമയത്താണ് അർജുന് ആരുടെ മെസ്സേജ് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടിപ്പോകുന്ന കേട്ടോ. പെട്ടെന്ന് തന്നെ അനുപമ വിളിക്കുന്നുണ്ട്, അതെ അർജുൻ, നിക്ക് 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 നിക്ക്, എന്താ എടുത്തി? അല്ല, എവിടേക്കാ ഈ പാതിരാത്രി ഓടിപ്പാഞ്ഞു പോണത്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അല്ല, എടുത്തെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകാവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നീ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. എടുത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അല്ല അർജുനെ, നിനക്കൊരു വിചാരമുണ്ട്, നമുക്ക് എല്ലാ കാലം എല്ലാവരെയും പറ്റിക്കാന്ന്. അത് ഒരിക്കലും സാധിക്കില്ല. നീയും നിന്റെ പെണ്ണുമ്പോഴും അത് തിരിച്ചറിയാനേ വൈകിപ്പോയി. നിങ്ങൾ രണ്ടുപേരോടും മറച്ചു വെച്ച കാര്യം ഇപ്പൊ പരസ്യമായിട്ട് പുറത്തായല്ലേ, അതിനല്ലേ നീ ഇപ്പൊ ഓടിപ്പോണത്? അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയല്ലേ? ഇതൊക്കെ എടുത്തേക്ക് എങ്ങനെ അറിയാം? ഇത് മാത്രല്ല, ഇതിനപ്പുറവും എടുത്തേക്കറിയാം. അതൊക്കെ എന്റെ പൊന്നു മോനെ വഴിയെ മനസ്സിലായിക്കോളൂ. എന്തായാലും പോകുന്നല്ലേ, പോ ചെല്ല്.
പ്രിയതമ മഴ നനഞ്ഞ് നിൽക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ പുച്ഛത്തോടെ പറയാണ്. അർജുൻ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന രീതിയിൽ അനുപമനൊന്ന് നോക്കിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ വിട്ടു പോവാട്ടോ. അവനവിടെ പോട്ടെ, രണ്ടുപേരും കൂടി ഏതായാലും ശംഖു ചക്രത്തിലേക്ക് കയറി വരാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നിങ്ങൾ എവിടെ പോകും? ഈശ്വര, ഇനി അവൻ എങ്ങാനും ആ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമോ? ഹോ, ആ നരകത്തിന് 10-22 വർഷം സഹിച്ചു. ഇപ്പൊ വീണ്ടും ഇതേ കെട്ടിക്കൊണ്ടുന്ന വീട്ടിലും അവള് വരാൻ പോകുന്നു. ഓ, ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ അവളെ കാണേണ്ടി വരുമല്ലോ. എന്റെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം. എന്തായാലും അഞ്ജലിനെ ഇവിടെ കയറ്റാൻ വേണ്ടി രാഘവനുണ്ടി സമ്മതിക്കില്ല. ഒന്നില്ലെങ്കിൽ രാഘവനുണ്ടി പുറത്ത്, അല്ലെങ്കിൽ അഞ്ജലി അകത്ത്. ഇതിലൊന്തെങ്കിലും ഒന്നേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് അനുപമ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുവാട്ടോ. അങ്ങനെ അർജുൻ നേരെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പോകണം. നല്ല മഴയാട്ടോ. ആ സമയത്ത് അഞ്ജലി ആണെങ്കിൽ മഴ നനഞ്ഞു കുളിച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശ്യാമളക്ക് മനസ്സ് നിൽക്കുന്നില്ല. തൻ്റെ മോളെ എന്ത് ചെയ്യാണെന്ന് നോക്കാനായിട്ട് ഒരു വിങ്ങല് മനസ്സിലെവിടെയൊക്കെയോ. അതുകൊണ്ട് ശ്യാമള വേഗം വാതിൽക്കൽ വന്ന് വരാണ്. പതുക്കെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് നോക്കുമ്പോൾ അഞ്ജലി മഴ നനഞ്ഞ് അങ്ങനെ നിൽക്കുവാട്ടോ. അഞ്ജലിനെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്യാമള വാതിലടച്ചിട്ട് അകത്ത് കയറി പൊട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിവരാമനും അതേ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കട്ടോ. ജനലരികയിലെ ആ ഒരു കർട്ടന്റെ സൈഡിൽ കൂടി തന്റെ മകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശിവരാമനും. അഞ്ജലി മഴ നനഞ്ഞ് അതേ നിപ്പ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ വരുന്നുണ്ട് ശ്യാമളുടെ അടുത്തേക്ക്. അമ്മായി, ഞാൻ പറയുന്നത് ഒന്ന് സമാധാനത്തിലൊക്കെ ഒന്ന് കേൾക്ക്. ദേ, ഇത് എടുത്തുചാട്ടമാണ് കേട്ടോ. ഇങ്ങനൊന്നും ചെയ്യല്ലേ. എൻ്റെ അമ്മേനെ ഞാൻ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് എടുത്തുചാട്ടത്തിനും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ തീരുമാനിച്ച് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ കുറ്റം പറയാറുണ്ട്. പക്ഷെ അമ്മായിയും അതുപോലെ തന്നെ മാമനൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇതെന്ത് സംഭവിച്ചു? അഞ്ജലി ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിനെ പിന്നിൽ തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? എന്തായാലും അവളെ എനിക്ക് മനസ്സിലാകും. അവൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അത് അവളെ കൊണ്ട് പറയിപ്പിക്കാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ല. അത് വലിയ തെറ്റായിപ്പോയി അമ്മായി, വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആര്യ അകത്തേക്ക് കയറി പോവാണ്. ശ്യാമളെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തിന്റെ പേരിലാണെങ്കിലും അല്ല, ഇനിയിപ്പോ അത് അങ്ങനെ നടന്നു, അതിന്റെ പേര് പിന്നിൽ വേറെ എന്തെങ്കിലും കഥ ഉണ്ടെങ്കിൽ പോലും ആ സംഭവം അഞ്ജലി വീട്ടിൽ പറയേണ്ടതല്ലേ? ഇത്രയും നാൾ അവൾ ഒളിപ്പിച്ചു വെച്ചല്ലേ? അതെന്തായാലും തെറ്റ് തന്നെയാണ്. അവൾക്ക് വേണ്ടി കണ്ട മാട്രിമോണിയൽ സൈറ്റിലൊക്കെ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തു പാവം ശിവരാമേട്ടൻ. എന്നിട്ട് അതുപോലും അവൾ കണ്ടുകൊണ്ട് അത് രസിച്ചുകൊണ്ടല്ലേ അവൾ നിന്നത്. ഒരിക്കലും പോലും ഇല്ല എന്റെ വിവാഹം ഇങ്ങനെ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം അവളുടെ വായിന്ന് പുറത്തു വന്നില്ലല്ലോ. അതുകൊണ്ട് അവൾ എന്തൊക്കെ വന്നാലും തെറ്റ് ചെയ്തവൾ തന്നെയാണ്. അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാമള വാതിൽ തുറക്കാതെ അങ്ങനെ തന്നെ നിൽക്കാട്ടോ. ആ സമയത്ത് അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. അർജുൻ അഞ്ജലിനെ കാണുമ്പോ ആകെ വിഷമായി പോവാട്ടോ. കാരണം വേറൊന്നല്ല, അഞ്ജലി മഴയെ തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അഞ്ജലി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അഞ്ജലി ഇങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുക. അഞ്ജലിനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അർജുൻ നോക്കുന്നുണ്ടെങ്കിലും അഞ്ജലി അവിടെ തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ. ശേഷം അർജുനും അവിടെ തന്നെ അഞ്ജലിയുടെ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.